നമസ്കാരം. PSC നിയമനത്തിൽ ക്രമക്കേട് സംബന്ധിച്ച പരാതി ഗുരുതരമായി ഉയരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളും അട്ടിമറിക്കുന്ന തട്ടിപ്പുകളുമാണ് PSCയിൽ നടക്കുന്നത്. ഓൺസ്ക്രീൻ മാർക്കിങ്ങിന് സുരക്ഷാ പരിശോധന ഇല്ലാത്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ചെന്നടക്കമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ ഒരു SP-യുടെ നേതൃത്വത്തിലുള്ള ആഭ്യന്തര വിജിലൻസ് അന്വേഷണം മരവിപ്പിച്ച് PSC ചെയർമാൻ തൻ്റെ കീഴിലുള്ള പരീക്ഷാ കൺട്രോളർക്ക് അന്വേഷണം കൈമാറിയിരിക്കുകയാണ്. ഇത് ഗുരുതരമായ ഒരു വീഴ്ചയാണ്. PSC ബോർഡ് യോഗം ചേർന്നെടുത്ത തീരുമാനം അട്ടിമറിച്ചാണ് ചെയർമാൻ്റെ ഏകപക്ഷീയമായ നടപടിയെന്ന ആരോപണമുണ്ട്. PSCയിലെ അമിതമായ രാഷ്ട്രീയവത്കരണം ദീർഘകാലമായി നിലനിൽക്കുന്ന ഈ ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ അത് ബാധിച്ചുവെന്ന് വേണം കരുതാൻ. ആസൂത്രണ ബോർഡിലെ പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ചെയർമാൻ അട്ടിമറിച്ചത്. ബോർഡ് യോഗത്തിൻ്റെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുതുതായി ചുമതലയേറ്റ ആഭ്യന്തര വിജിലൻസ് SP സിനി എഫ് ഡെന്നീസ് അന്വേഷണം തുടങ്ങുകയും ചെയ്തിരുന്നു. ആസൂത്രണ ബോർഡ് KS പരീക്ഷകളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിച്ചത് സൂക്ഷ്മ പരിശോധന നടത്താത്ത സോഫ്റ്റ്വെയർ ആണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഉദ്യോഗാർത്ഥികളുടെ വിവരങ്ങൾ ഡാർക്ക് വെബിൽ വിൽപ്പനയ്ക്ക് വെച്ച വിവരവും പുറത്തു വന്നു. ഇതിന് പിന്നാലെയാണ് ആഭ്യന്തര വിജിലൻസ് അന്വേഷണം അട്ടിമറിച്ചത്. ഈ തീരുമാനം PSC തിരുത്തിയാലും ഇല്ലെങ്കിലും ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക പരിഹരിക്കാൻ സർക്കാരിൻ്റെ വിജിലൻസ് അന്വേഷണമാണ് വേണ്ടത്. നിയമന തട്ടിപ്പും പരീക്ഷാ മൂല്യനിർണ്ണയ ക്രമക്കേട് സംബന്ധിച്ച് 2 പരാതികൾ സംസ്ഥാന വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട്. വിജിലൻസ് SP മനോജ് എബ്രഹാം അന്വേഷണത്തിന് സർക്കാരിൻ്റെ അനുമതി തേടിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ആഭ്യന്തര അന്വേഷണം PSC തന്നെ അട്ടിമറിച്ച സ്ഥിതിക്ക് ഇനി സർക്കാരിൻ്റെ വിജിലൻസ് അന്വേഷണത്തിലൂടെ മാത്രമേ സത്യങ്ങൾ പുറത്തുവരൂ. PSCക്ക് ഭരണഘടനാ പദവിയുണ്ടെങ്കിലും ചെയർമാനോ അംഗങ്ങൾക്കോ ഗവർണർക്കുള്ളതുപോലെ ക്രിമിനൽ കേസിൽ നിന്ന് പരിരക്ഷയില്ല. അതിനാൽ തട്ടിപ്പ് നടത്താൻ ഒത്താശ ചെയ്തെന്ന് തെളിവ് ലഭിച്ചാൽ കേസിൽ ഇവരെ പ്രതിയാക്കുന്നതിന് നിയമതടസ്സമില്ലെങ്കിലും വിചാരണയ്ക്ക് കേന്ദ്രത്തിൻ്റെ അനുമതി ആവശ്യമാണ്. ഇതിനകം മുഖ്യമന്ത്രി VD സതീശന് ലഭിച്ചിട്ടുള്ള പരാതികളിൽ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉദ്യോഗാർത്ഥികൾ ഉയർത്തിയിട്ടുള്ളത്. പല റാങ്ക് ലിസ്റ്റുകളിലും മുന്നിലെത്തിയവരിൽ കൂടുതലും ഇടത് രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്. ഇത് പ്രധാന ആക്ഷേപമാണ്. PSCയിലെ ക്രമക്കേട് DGP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി OJ ജനീഷ് മുഖ്യമന്ത്രിക്ക് ഇതിനകം കത്ത് നൽകി. KS ഇൻ്റർവ്യൂവിൽ ചെയർമാൻ നിർദ്ദേശിച്ച ഉയർന്ന മാർക്ക് ഉദ്യോഗാർത്ഥിക്ക് നൽകാൻ എക്സ്പെർട്ടായി പങ്കെടുത്ത പ്രിൻസിപ്പൽ സെക്രട്ടറി തയ്യാറായില്ലെന്ന ഗുരുതരമായ ആരോപണവും മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതികളിലുണ്ട്. അതിനാൽ PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കാനുള്ള ശക്തമായ നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഇതിപ്പം ചെറിയ രീതിയിലുള്ള ഒരു ആക്ഷേപമല്ല ഉയർന്നിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള എല്ലാ റാങ്ക് ലിസ്റ്റുകളിലെ നിയമനങ്ങളും അന്വേഷിക്കണം.